ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു അഷ്ടസൗഭാഗ്യത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുകൊണ്ടിരുന്നത്. 2 സൗഭാഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, യേശു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം അവരുടേതാവുന്നു. രണ്ടാമത്തത്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. അഷ്ടസൗഭാഗ്യത്തിലെ 3-ാമത്തെ സൗഭാഗ്യത്തെക്കുറിച്ച് യേശു പറയുന്നു, ശാന്തശീലർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും. നമ്മൾ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 3-ാമത്തെ അഷ്ടസൗഭാഗ്യമായ ശാന്തശീലർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും എന്ന കാര്യത്തെക്കുറിച്ചാണ്. യേശു മനുഷ്യരോട് കണ്ടുപഠിക്കാൻ പറഞ്ഞ, യേശുവിൽ നിന്ന് കണ്ടുപഠിക്കാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശാന്തതയാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ പറയുന്നത്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നെ കണ്ടു പഠിക്കൂ. യേശുവിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ട, യേശുവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവിക ഗുണമാണ് ശാന്തത എന്നുള്ളത്. ഈ ശാന്തത ഭൂമി അവകാശമാക്കാൻ തക്ക വിധത്തിലുള്ള ഗുണം നിങ്ങൾക്ക് ചെയ്തുതരും. എന്താ ഭൂമി അവകാശമാക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അതിനർത്ഥം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ നേട്ടങ്ങളും, എല്ലാ ഉയർച്ചകളും, എല്ലാ നന്മകളും നേടിയെടുക്കാനായിട്ട് ഒരു മനുഷ്യനെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ശാന്തത. വചനം പറയും, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവിക നന്മയുടെ, ദൈവിക ഇടപെടലിന്റെ, ദൈവിക പ്രവർത്തനത്തിന്റെ കാര്യം ഒരു മനുഷ്യ വ്യക്തിക്ക് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ ശാന്ത സ്വഭാവമുള്ള വ്യക്തിയായിരിക്കണം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23-മുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. യേശുവും ശിഷ്യന്മാരും വള്ളത്തിൽ കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ യേശു ആ യാത്രയിൽ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ്. വലിയ കാറ്റും തിരമാലകളുടെ ഉയർച്ചയും അവിടെ യാത്രയെ തടസ്സപ്പെടുത്തി. ഇങ്ങനെ പ്രകൃതി ആ യാത്രയ്ക്ക് എതിർക്കുന്ന വിധത്തിലുള്ള, അല്ല പ്രകൃതിയിൽ നിന്ന് വിപരീതമായ രീതിയിൽ പ്രവർത്തികളുണ്ടായപ്പോൾ, എതിർപ്പുണ്ടായപ്പോൾ അവിടെ
ഉറങ്ങുന്ന യേശുവിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടായില്ല. അവിടെ ശാന്തമായി യേശു അതിനെ കാണുകയാണ്. ശിഷ്യന്മാർ ഭയപ്പെട്ട ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നശിക്കുന്നത് നീ കാണുന്നില്ലേ? വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 26-ാം തിരുവചനം, യേശു എഴുന്നേറ്റ് നിന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. എന്താണ് ഇതിലൂടെ മനസ്സിലാക്കി തരുന്നത്? ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള കൊടുങ്കാറ്റിന്റെ അവസ്ഥയുണ്ടാകുന്നോ, ഏതെല്ലാം വിധത്തിലുള്ള പേമാരിയുടെ അവസ്ഥയുണ്ടാകുന്നോ, നിന്നിൽ നിന്റെ പ്രതീക്ഷയ്ക്കും നിന്റെ ചിന്തയ്ക്കും നിന്റെ ആഗ്രഹത്തിനും വ്യത്യസ്തമായിട്ടുള്ള വിപരീതമായിട്ടുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എന്തെല്ലാം ഉണ്ടായാലും അവിടെ പ്രകോപിതനാകാതെ, അവിടെ മനസ്സുമടുക്കാതെ, അവിടെ നിരാശപ്പെടാതെ ദൈവത്തിന്റെ വചനം പറഞ്ഞിരുന്നു, ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കി നീ ശാന്തമാകാൻ പഠിച്ചാൽ, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പഠിച്ചാൽ, ഈശോയുടെ സാന്നിധ്യം സ്വീകരിക്കാൻ പഠിച്ചാൽ നിനക്ക് അവിടെ ശാന്തതയിലേക്ക് വരാൻ സാധിക്കും. ശാന്തത കൈവരിച്ചാൽ ദൈവം നിനക്ക് അവിടെ ഉയർച്ച തരും. പ്രിയപ്പെട്ടവരെ, അതിനാൽ മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയമായ നിറവും ആത്മീയമായ ആനന്ദവും ജീവിതത്തിൽ വിജയം ലഭിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായി മനുഷ്യനിൽ ഉണ്ടാകേണ്ടത് ഈ ശാന്തതയാണ് എന്ന് അഷ്ടസൗഭാഗ്യത്തിൽ 3-ാമത്തെ സൗഭാഗ്യമായി കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. അഷ്ടസൗഭാഗ്യത്തിലെ 4-ാമത്തെ സൗഭാഗ്യം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം തിരുവചനം. യേശു പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് സംതൃപ്തി ലഭിക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി വിശക്കുക, ദാഹിക്കുക. അപ്പോൾ നമ്മൾ അറിയണം, എന്താണ് നീതി? നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മ മാത്രം ചെയ്യുന്ന, നന്മ മാത്രം പ്രവർത്തിക്കുന്ന, നന്മയിൽ ജീവിക്കുകയും മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തി നീതിയിലാണ്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞു ശരി മാത്രം ചെയ്യുന്ന, ശരി മാത്രം പറയുന്ന, ശരി മാത്രം പ്രവർത്തിക്കുന്ന, മറ്റുള്ളവരെ കൊണ്ട് ഈ ശരി പ്രവർത്തിപ്പിക്കാൻ തക്ക വിധത്തിൽ ഓരോ കാര്യങ്ങളും നിർവഹിക്കുന്ന അവര് നീതിയുടെ വഴിയിലാണ്. അടുത്തത്, സത്യവും അസത്യവും തിരിച്ചറിഞ്ഞ് സത്യം മാത്രം ചെയ്യുന്ന, സത്യം മാത്രം പ്രവർത്തിക്കുന്ന, സത്യത്തിൽ ജീവിക്കുന്ന ഈ പ്രവണത, അത് നീതിയുടെ പ്രവണതയാണ്. അടുത്തത്, പാപവും പുണ്യവും തിരിച്ചറിഞ്ഞ് പുണ്യം ചെയ്ത് പുണ്യത്തിൽ വളർന്ന് അനേകരെ പുണ്യത്തിൽ വളർത്തുന്ന പ്രവണത, അത് നീതിയുടെ പ്രവണതയാണ്. കർത്താവിന്റെ വചനം പറഞ്ഞിരുന്നു, ഈ നീതിക്ക് വേണ്ടി, ഈ നീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി, സത്യം, നന്മ, ശരി, പുണ്യം, ഇത് ജീവിക്കുന്നതിന് വേണ്ടി, ഇത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി, ഇത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി നീ നിന്റെ അനുദിന ജീവിതത്തിൽ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണം. അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നീ തീവ്രമായി പരിശ്രമിക്കണം. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് നീ നിരന്തരം അധ്വാനിക്കണം. എങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് എപ്പോഴും സംതൃപ്തി ഉണ്ടാകും. അപ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള സംതൃപ്തിയുടെ അനുഭവം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ രാജാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ രാജാവായിരുന്നു ദാവീദ് രാജാവ്. ഈ ദാവീദ് രാജാവിന്റെ സിംഹാസനം മകനായ സോളമൻ ലഭിച്ചപ്പോൾ സോളമൻ മനസ്സിലായി, എനിക്ക് എന്റെ അപ്പനെ പോലെ ഭരണപാഠവുമില്ല. അതുകൊണ്ട് ദൈവമാണ് ഈ അധികാരം എനിക്ക് നൽകിയതെങ്കിൽ ദൈവം നൽകിയ അധികാരത്തെ നീതിയോടെ പ്രവർത്തിക്കാൻ, നീതിയോടെ ന്യായത്തോടെ ഭരണം നടത്താൻ എനിക്ക് ദൈവത്തിന്റെ സഹായം കൂടിയേ തീരൂ. ഇത് മനസ്സിലാക്കിയ സോളമൻ എന്തു ചെയ്തു?
ഇത് മനസ്സിലാക്കിയ സോളമൻ നേരെ ദൈവത്തിനടുക്കലേക്ക് പോയി, ദൈവത്തിന് മുമ്പിൽ ഇരുന്നു. അങ്ങനെ നീണ്ട സമയം ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നപ്പോൾ സോളമന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട ദൈവം സോളമന് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ കാണുന്നു, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചനത്തിലും 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിന്റെ 7 മുതൽ 12 വരെയുള്ള വചനങ്ങളിലും അവിടെ സോളമൻ ദൈവത്തോട് ചോദിച്ച കാര്യം, ദൈവമേ, അങ്ങ് എനിക്ക് തന്ന ഈ ദൗത്യം അത് അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ നിർവഹിക്കുവാൻ, എനിക്ക് നീതിയോടെ പ്രവർത്തിക്കാൻ, നീതിയോടെ രാജ്യം ഭരിക്കാൻ എനിക്ക് ജ്ഞാനത്തിന്റെ വരം തരണേ, ജ്ഞാനത്തിന്റെ അഭിഷേകം തരണേ. നമ്മൾ മനസ്സിലാക്കുന്നു, സോളമൻ അവിടെ നീതി നടത്തുന്നതിന് വേണ്ടി ദൈവത്തിനു മുമ്പിൽ ദാഹിച്ചു. നീതി നടത്തുന്നതിന് വേണ്ടിയുള്ള സോളമന്റെ ദാഹം അത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു. ഇതാ ആ ദാഹത്തിൽ ദൈവം സോളമനെ ഇങ്ങനെ അനുഗ്രഹിച്ചു, നിന്റെ മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ ആർക്കും ഇല്ലാത്ത വിധത്തിൽ ഞാൻ നിനക്ക് ജ്ഞാനത്തിന്റെ അഭിഷേകം തരുന്നു. ദൈവം സോളമന് കൊടുത്തത് നീതി നടപ്പാക്കുന്നതിന് വേണ്ടി, ന്യായം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാവിന്റെ അഭിഷേകത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്, എന്റെ ജീവിതം അത് പൗരോഹിത്യമാകട്ടെ, സന്യാസമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, മറ്റ് ഏത് ജീവിത തലത്തിലുള്ള വ്യക്തിയായാലും അവിടെയെല്ലാം എന്റെ ജീവിത പ്രവൃത്തി കൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് നീതിയും ന്യായവും നടത്തിക്കൊടുക്കാൻ സാധിക്കണം. നടത്തിക്കൊടുക്കാൻ സാധിക്കണമെങ്കിൽ എന്നിൽ അത് നടപ്പാക്കാൻ തക്ക വിധത്തിലുള്ള അതിനു വേണ്ടിയിട്ടുള്ള ദാഹമുണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ടാകണം. ഇതിനെയാണ് കർത്താവിന്റെ വചനം പറയുന്നത്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് സംതൃപ്തി ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കും. ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ജീവിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അർത്ഥം, ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സും ഹൃദയവും ചിന്തയും എല്ലാം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞാൽ ആ വ്യക്തി ദൈവരാജ്യത്തിലായി. ഇനി ദൈവരാജ്യത്തിലാകുന്ന വ്യക്തിക്കാണ് ദൈവത്തിന് നീതി കിട്ടുക. ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ നിങ്ങൾ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സ്നേഹം നിറയുക. ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞാൽ എനിക്ക് ദൈവത്തിന്റെ നീതി കിട്ടും. ദൈവത്തിന്റെ നീതി പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ എനിക്ക് യഥാർത്ഥ സത്യമേതാണ്, ന്യായമേതാണ്, പുണ്യമേതാണ് തിരിച്ചറിഞ്ഞ് അത് ജീവിക്കാനും അത് നടപ്പാക്കാനും സാധിക്കും. ഈ മനോഭാവം എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കുമ്പോഴാണ് അഷ്ടസൗഭാഗ്യത്തിലെ 4-ാമത്തെ സൗഭാഗ്യം എന്നിൽ നിറയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതിനോട് ചേർന്ന് പോകുന്നതാണ് 8-ാമത്തെ സൗഭാഗ്യം. അതാണ് നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം അവരുടേതാണ്. നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്കുള്ളതാണ് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അർത്ഥം, ഞാൻ യഥാർത്ഥ സത്യമായ, യഥാർത്ഥ നീതിയായ യേശുക്രിസ്തുവിനെ എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ, യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ സാക്ഷ്യം വഹിക്കാൻ തയ്യാറാകുമ്പോൾ, ലോകത്തിലെ ഏതെല്ലാം വിധത്തിലുള്ള വ്യക്തികൾ എനിക്കെതിരെ പ്രവർത്തിച്ചാലും, ലോകത്തിലെ ഏതെല്ലാം വ്യക്തികൾ എനിക്കെതിരെ തിന്മയായി കടന്നു വന്നാലും അവിടെ ഒന്നും ആ പീഡനത്തിലോ, ആ കുറ്റപ്പെടുത്തലിലോ, ആ കളിയാക്കലിലോ, ആ ദ്രോഹത്തിലോ മനസ്സുമടുക്കാതെ അവിടെയെല്ലാം യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള
നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സഹനത്തിനും, എല്ലാ ത്യാഗത്തിനും, എല്ലാ കഷ്ടതയ്ക്കും കർത്താവ് കൂടുതൽ പ്രതിഫലം തരും. ആ പ്രതിഫലം നിന്റെ ഈ ഭൂമിയിൽ തന്നെ ദൈവരാജ്യ അനുഭവത്തിന്റെ ആനന്ദത്തിൽ നിനക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്ന ഉറപ്പാണ്. ഈ ബോധ്യം എന്റെ ഉള്ളിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന നീതിയുടെ പ്രവൃത്തികൾ ഞാൻ ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ അതിന്റെ പിന്നിലുണ്ടാകുന്ന എല്ലാ പീഡനത്തെയും സന്തോഷത്തോടെ എനിക്ക് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുള്ളൂ. ഇതാ കർത്താവിന്റെ വചനം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം തിരുവചനം. അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉടനെ യേശു പറയുകയാണ്, എന്നെ പ്രതി മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ ഏതെല്ലാം വിധത്തിലുള്ള തിന്മകൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞാലും അവിടെയെല്ലാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. എന്നെ പ്രതി മറ്റുള്ളവർ നിങ്ങൾ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധത്തിലുള്ള തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. അടുത്ത വചനം ഇതാണ്, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അത്രമാത്രം വലുതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി, കർത്താവ് ആഗ്രഹിക്കുന്ന നീതിയും നന്മയും നടപ്പാക്കുന്നതിന് വേണ്ടി ഏതെല്ലാം വിധത്തിലുള്ള പീഡനങ്ങളും അവഹേളനങ്ങളും ഉണ്ടായാലും അതിനെ തന്റെ ഇടത്തോടും ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതിയും നീ ചെയ്യാൻ തയ്യാറായാൽ അവിടെയെല്ലാം നിനക്ക് വലിയ ഉയർച്ചയും അനുഗ്രഹവും ദൈവം തരും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കർത്താവിന്റെ വചനം ഇവിടെ നിനക്ക് മനസ്സിലാക്കി തരിക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫൻ കർത്താവിന്റെ സ്നേഹത്തെ പ്രതി ശത്രുക്കൾ ചുറ്റും കൂടി കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് തുടങ്ങിയപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, അവരിലേക്കൊന്നും ഈ സ്റ്റീഫൻ നോക്കിയില്ല. കണ്ണുകൾ ഉയർത്തി കർത്താവിലേക്ക് നോക്കി. സ്വർഗം തുറന്നിരിക്കുന്നു. അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, സ്റ്റീഫനെ ശത്രുക്കൾ കല്ലെറിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറായതിന്റെ പേരിൽ പീഡനമേറ്റപ്പോൾ ആ പീഡനത്തിൽ ഈ സ്റ്റീഫൻ സ്വർഗീയ ആനന്ദം അനുഭവിച്ചു. ഈ സ്വർഗീയ ആനന്ദം അനുഭവിച്ച സ്റ്റീഫന്റെ പ്രവൃത്തിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാവൂളിൽ മാനസാന്തരമുണ്ടാക്കാൻ കാരണമായി തീർന്നത്. യേശുക്രിസ്തുവിന് വേണ്ടി ആരെല്ലാം പീഡനവും നിന്ദനവും ഏൽക്കുന്നോ അതിലൂടെ അനേകരിൽ മാനസാന്തരവും നന്മയുടെയും ഫലം ഉളവാകും എന്ന കാര്യമാണ് അഷ്ടസൗഭാഗ്യത്തിലെ 5-ാമത്തെ സൗഭാഗ്യം വഴിയായിട്ട് നീതിക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം അവരുടേതാണ് എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ഈ പഠിപ്പിക്കുന്ന കാര്യത്തിലൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഈ മനസ്സിലാക്കിയ കാര്യം ജീവിക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമർത്ഥമായ അനുഗ്രഹത്തെ നമുക്ക് ഉൾക്കൊള്ളാനും അത് കൂടുതൽ കൂടുതൽ ഫലദായകമാക്കി തീർക്കുവാനും സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അഷ്ടസൗഭാഗ്യത്തിലെ 5-ാമത്തെ സൗഭാഗ്യം കർത്താവ് പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കാരുണ്യം ലഭിക്കും. അഷ്ടസൗഭാഗ്യത്തിലെ 5-ാമത്തെ സൗഭാഗ്യമാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം കാരുണ്യവാനാണ്. ദൈവത്തിന്റെ കരുണ സകല മനുഷ്യരെയും ദൈവത്തോട് ചേർത്ത് നിർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ബൈബിളിലെ വചനങ്ങൾ ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മുടെ മുമ്പിൽ കാണിക്കുക, കരുണയുടെ, മനസ്സലിവിന്റെ, അനുകമ്പയുടെ മനോഭാവമാണ്. ദൈവത്തിന്റെ വചനം ദൈവിക സ്വഭാവത്തെ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഈ കരുണയും അനുകമ്പയും മനസ്സലിവും എന്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുമ്പോൾ ഈ സ്വീകരിക്കുന്ന എന്നിൽ ദൈവം അത് സൗഭാഗ്യമാക്കി മാറ്റും എന്ന കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനത്തിലും മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം
34 തിരുവചനത്തിലും ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. കർത്താവിന് അവരോട് കരുണ തോന്നി. ജനക്കൂട്ടത്തോടുള്ള കർത്താവിന്റെ അനുകമ്പയെക്കുറിച്ചാണ്, കരുണയെക്കുറിച്ചാണ് അവിടെ ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശു പഠിപ്പിച്ച നല്ല സമറിയക്കാരന്റെ ഉപമയിൽ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 37 വരെയുള്ള ആ വചനങ്ങളിൽ യേശു പറഞ്ഞ ആ നല്ല സമറിയക്കാരന്റെ ഉപമയിൽ യേശു പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 36-37 തിരുവചനം, നീയും പോയി ഇതുപോലെ ചെയ്യുക. നിന്റെ ജീവിതവും കരുണയുടെ ജീവിതമായി തീരുക. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അഷ്ടസൗഭാഗ്യത്തിലെ 6ാമത്തെ സൗഭാഗ്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് ദൈവത്തെ കാണാനും ദൈവത്തെ അനുഭവിക്കാനും ഒരു മനുഷ്യ വ്യക്തിക്ക് കാരണമായി തീർന്നത്. ഹൃദയത്തെക്കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-10 തിരുവചനം, ഹൃദയം മറ്റെന്തിനേക്കാൾ കാപഠ്യമുള്ളതാണ്, ശോചനീയമാവിധം ദുഷിച്ചതാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏറ്റവും കൂടുതൽ വേദനിക്കുക ഒരു മനുഷ്യ വ്യക്തിയിലെ കപടതയാണ്. എന്താണ് കപടത എന്ന് പറഞ്ഞാൽ? കപടത എന്ന് പറഞ്ഞാൽ, കാപഠ്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ചിന്തിക്കുന്നു, വേറൊന്ന് പറയുന്നു, വേറൊന്ന് പ്രവർത്തിക്കുന്നു. ചിന്തയും സംസാരവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ല. ഹൃദയത്തിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്ന് പറയുമ്പോൾ, ഹൃദയവിശുദ്ധി എന്ന് പറഞ്ഞാൽ കാപഠ്യമില്ലാതെ എന്ത് ചിന്തിക്കുന്നു, ചിന്തിക്കുന്നത് പറയുന്നു, പറയുന്നത് പ്രവർത്തിക്കുന്നു. ഈ ചിന്തയും സംസാരവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടെങ്കിലേ അത് നിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കൂ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വചനത്തിൽ യേശു പറഞ്ഞു തരികയാണ്, ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ്, അവന്റെ ഉള്ളിൽ നിന്നാണ് അശുദ്ധി, കൊലപാതകം, വ്യഭിചാരം, ഏതെല്ലാം തെറ്റുകൾ ഒരു മനുഷ്യൻ ചെയ്യുന്നോ ആ തെറ്റിന്റെ എല്ലാം കാരണം അവന്റെ ഉള്ളാണ്. ഓരോ പാപവും കടന്നു വരുന്നത് ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് മനുഷ്യന് പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ അവന്റെ ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയത്തിൽ പാപത്തിന്റെ മാലിന്യം ഉണ്ടാകാൻ പാടില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. എന്റെ ഹൃദയത്തിന്റെ വിശുദ്ധി എനിക്ക് ദൈവത്തെ എന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും കാണാൻ തക്ക വിധത്തിൽ എന്റെ ഹൃദയം നിർമ്മലമായി തീരണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അഷ്ടസൗഭാഗ്യത്തിലെ 7ാമത്തെ സൗഭാഗ്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ജീവിതത്തിൽ എന്നും എപ്പോഴും സമാധാനമുണ്ടാകണമെന്ന്. സമാധാനമുണ്ടാകണം എന്ത് ചെയ്യണം? 3 ബന്ധം ശരിയാക്കണം. ഏതൊക്കെയാണ് 3 ബന്ധം? ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാനും മനുഷ്യരും തമ്മിലുള്ള ബന്ധം, എനിക്ക് എന്നോട് തന്നെയുള്ള ബന്ധം. ഈ 3 ബന്ധത്തിൽ പാപത്തിന്റെ മാലിന്യമില്ലായിരുന്നാൽ, ഈ 3 ബന്ധത്തിൽ സ്നേഹത്തിന്റെ ചൈതന്യം നിറഞ്ഞാൽ എന്റെ ഉള്ള് സമാധാനം കൊണ്ട് നിറയും. അപ്പോൾ എന്റെ കുറവുകൾ, പോരായ്മകൾ എല്ലാം മനസ്സിലാക്കി ആ കുറവിലേക്ക്, പോരായ്മയിലേക്ക് നോക്കി അസ്വസ്ഥപ്പെടാതെ, ഈ കുറവുകൾ ഓരോന്നും ദൈവം അനുവദിക്കുന്നത് കുറവുകളെ നിറവാക്കി മാറ്റാൻ കഴിവുള്ള കർത്താവിലേക്ക് നോക്കുന്നതിന് വേണ്ടിയാണ്, കർത്താവിനോട് ചേർന്നിരിക്കുന്നതിന് വേണ്ടിയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, ഈ കാര്യം എന്റെ ഉള്ളിൽ ഓരോ നിമിഷവും നിറഞ്ഞാൽ എന്റെ ഉള്ള് സമാധാനം കൊണ്ട് നിറയാൻ കാരണമായി തീരും.
സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്റെ ഉള്ളിൽ സമാധാനം നിറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ സാധിക്കുള്ളൂ. ഭർത്താവിൽ സമാധാനം നിറയുമ്പോൾ ഈ സമാധാനം നിറയുന്ന ഭർത്താവിന് ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാൻ പറ്റും. ഭാര്യയിൽ സമാധാനത്തിന് ക്രമം നിറഞ്ഞെങ്കിലേ ഈ സമാധാനമുള്ള ഭാര്യയ്ക്ക് ഭർത്താവിന് സമാധാനം കൊടുക്കാൻ സാധിക്കുള്ളൂ. മാതാപിതാക്കന്മാരുടെ ഉള്ളിൽ ഈ സമാധാനത്തിന് ക്രമം നിറഞ്ഞെങ്കിൽ മാത്രമേ മക്കൾക്ക് സമാധാനം കൊടുക്കാൻ സാധിക്കുള്ളൂ. അതിനാൽ എന്റെ ഉള്ളിൽ സമാധാനത്തിന്റെ ക്രമം നിറയുമ്പോഴാണ് ഈ സമാധാനം എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം തന്നതുപോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്താണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം? യേശു പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ സമാധാനത്തിന്റെയും പൂർണ്ണത പരിശുദ്ധാത്മാവാണ്. ഈ സമാധാനത്തിന്റെ പൂർണ്ണതയായ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോഴേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ എന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ സാധിക്കും. യേശുക്രിസ്തു നൽകിയത് ഈ സമാധാനത്തിന്റെ ആത്മാവിനെയാണ്. ഈ ആത്മാവ് എന്നിൽ നിറയാനും പ്രവർത്തിക്കാനും തയ്യാറാകുമ്പോഴാണ്, അതിനായിട്ട് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് എന്റെ ജീവിതം സമാധാനപൂർണമായി തീരുന്നത്. മറ്റുള്ളവർക്ക് ഈ ജീവിതത്തിലൂടെ സമാധാനം കൊടുക്കാൻ പറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 8 സൗഭാഗ്യങ്ങൾ യേശു പറഞ്ഞു. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമായി അനുഭവിക്കും. 4-ാമത്തത്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് സംതൃപ്തി ലഭിക്കും. 5-ാമത്തത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. 6-ാമത്തത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. 7-ാമത്തത്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. 8-ാമത്തെ സൗഭാഗ്യം, നീതിക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം അവരുടേതാവും. യേശു പഠിപ്പിച്ച ഈ 8 സൗഭാഗ്യങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിൽ കൂടുതൽ നിറഞ്ഞ് ഈ ജീവിതാനുഭവം ഓരോ നിമിഷവും സ്വർഗരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് നയിക്കാൻ തക്കവിധത്തിൽ നമ്മുടെ ചിന്തയും മനോഭാവവും കൂടുതൽ കൂടുതൽ വളരുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനത്തെ അതിനോട് ചേർത്ത് വയ്ക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച് ഈശോയെ, അവിടുന്ന് പഠിപ്പിച്ച സുവിശേഷ ഭാഗ്യങ്ങൾ, 8 സൗഭാഗ്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും നിറവേറ്റി പ്രാവർത്തികമാക്കി എന്റെ ജീവിതം ധന്യമായി തീരുന്നതിന് വേണ്ടി അവിടുന്ന് എന്നെ സഹായിക്കണമേ. കർത്താവേ, ഹൃദയത്തിന്റെ വിശുദ്ധിയിൽ അങ്ങയെ കണ്ട് എന്റെ ഈ ലോക ജീവിതം സ്വർഗരാജ്യ അനുഭവത്തിന്റെ ജീവിതമായി മാറുവാൻ ഓരോ നിമിഷവും അങ്ങെന്നെ സഹായിക്കണമേ, അങ്ങെന്നെ ശക്തിപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.